വൈകുന്നേരത്തെ ചായക്ക് നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫില്ലിങ് നിറയ്ക്കുന്നുണ്ട്. അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ മാവ് കുഴക്കുമ്പോഴും ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല കറുത്ത് പോയി നിങ്ങൾ കളയാനൊക്കെ വെച്ച പഴമാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. പഴം കളയും വേണ്ട, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യാം. പഴമൊക്കെ ഇതുപോലെ കറുത്ത് പോയി കഴിഞ്ഞാൽ മിക്കവരും കളയുന്നത് കാണാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കളയാതെ നിങ്ങൾക്ക് നല്ലൊരു സ്നാക്ക് തയ്യാറാക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതായത് മിക്സിൻ്റെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ ഇത് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ നല്ല പഴുത്ത പഴമാകുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മളിത് നല്ല പോലെ തന്നെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മാവ് തയ്യാറാക്കുന്നത് ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക്ക് പാനിലാണ്. അതുകൊണ്ട് ഫ്ലെയിം ഓണാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക. ആ പാനിലേക്ക് നമുക്ക് അരച്ചു കൊണ്ടുവന്നത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3 കയ്യിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുട്ടിൻ്റെ പൊടിയല്ല, നൈസായിട്ടുള്ള പത്തിരിക്കൊക്കെ ചേർക്കുന്ന പൊടിയാണ്. ഈ ഒരു 3 കയ്യിൽ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ 250 ml ഒരു കപ്പിന് കണക്കാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതും കൂടിയും ചേർത്തിട്ട് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ വെള്ളം നമ്മൾ ആ മിക്സീൻ്റെ ജാറിലേക്ക് തന്നെ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. വെള്ളം ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം ലൂസായി പോയാലും കുഴപ്പമൊന്നുമില്ല, എന്നാൽ കട്ടിയാവരുത്. അപ്പോൾ അത് ചേർത്തിട്ട് കട്ടിയൊന്നും ഇല്ലാണ്ട് ഇതാ നല്ലപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് അടുപ്പത്ത് വെച്ച് ഈ ഒരു മാവ് നല്ലപോലെ കുറുക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് എത്ര ലൂസായി കഴിഞ്ഞാലും നമുക്കത് കുറുക്കിയെടുക്കാം. പക്ഷേങ്കിൽ കട്ടിയായി പോയി കഴിഞ്ഞാൽ നമുക്കത് കുറുക്കി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് വെന്ത് കിട്ടൂല, വേഗം കട്ട പിടിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ നല്ലപോലെ മിക്സാക്കി ലൂസാക്കിയതിന് ശേഷം മാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കുക. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ അരിപ്പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുന്നതിന് പകരമാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മളൊരു നുള്ളി മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അരിപ്പൊടിയിൽ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കുമ്പോൾ നമ്മൾ സ്നാക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് കട്ട വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കട്ട പിടിച്ച് പോകും. അപ്പോൾ നമുക്കിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കൈക്ക് കുറച്ച് ശക്തി പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ അങ്ങ് വിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇതുപോലെ കുറച്ച് നെയ്യ് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ പെട്ടെന്ന് ലൂസായി കിട്ടും. നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നമ്മളിത് കൈ വിടാണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ കൈ വേദനിക്കുന്ന ഒരു പ്രശ്നവും ഉണ്ടാവും, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ മാവിത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയും മതിയാകും, ഒരുപാടങ്ങ് ലൂസാവരുത്. അപ്പോൾ അത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ആ ഒരു പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ വല്ലാണ്ട് അത് കട്ട പിടിച്ച് പോകും, ഭയങ്കര ഹാർഡായി പോകട്ടോ. അതുകൊണ്ടാണ് നമ്മൾ തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുന്നത്. ഇനി നമുക്ക് ഇതിനുള്ള ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു സെയിം പാനിലേക്ക് തന്നെയാണ് ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ട് അരിച്ചൊഴിക്കുന്നത്. അപ്പോൾ വേറൊരു പാത്രത്തിൽ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. നമ്മൾ 2 കഷ്ണം ശർക്കര മാത്രമാണ് ചേർത്ത് കൊടുത്തത്. നല്ലപോലെ ഒന്ന് അലിഞ്ഞതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക. നല്ല കറുത്ത കളറിലുള്ള ശർക്കര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു മിക്സ് നല്ല കറുത്ത ഇതായിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ശർക്കര അരിച്ചൊഴിക്കുന്നത്. അപ്പോൾ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളവരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങയാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്കിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു മിക്സാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങയിൽ നമ്മൾ ആ ഒരു ശർക്കരപ്പാനി നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടണം. അതുപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീരകവും ചുക്കുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയായി കിട്ടാനും നല്ലൊരു ടേസ്റ്റും വേണ്ടിയിട്ട് ഞാനിതിൽ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിവിടെ കശുവണ്ടിയും അതുപോലെ തന്നെ കുറച്ച് കറുത്ത മുന്തിരിയാണ് ഉള്ളത്, അത് മാത്രമേ ചേർക്കുന്നത്. ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ബദാം അതുപോലെ സാധാരണ മുന്തിരി ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ലൂസിലാട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. കാരണം കുറച്ചൊന്ന് തണുക്കുമ്പോൾ ഇത് വീണ്ടും നല്ലപോലെ കട്ട പിടിച്ച് പോകും. നമുക്ക് ഈ ഒരു സ്നാക്കിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്തങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫായി കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഏകദേശം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് തണുത്തിട്ടുമില്ല.
അപ്പോൾ ആ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു നേന്ത്രപ്പഴമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ലൂസായിട്ടുള്ള മാവുമല്ലേ, അപ്പോൾ എണ്ണ ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കുന്ന കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലേറ്റിലാണ് ഞാൻ ഈ ഒരു ബോളുകളാക്കി മാറ്റി വെക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്ലേറ്റിൽ എണ്ണ തടിയിട്ടുണ്ട്. എണ്ണ തടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആവിക്ക് വെച്ച് അത് പുറത്തെടുക്കുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ എണ്ണ പുരട്ടി കൊടുക്കുക. ഇനി ഇതിൽ നിന്ന് ഓരോ ബോളുകൾ എടുത്തിട്ട് എത്ര വലിപ്പമുള്ള ബോളുകളാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ മാവ് എടുത്തിട്ട് നല്ലപോലെ ഉരുട്ടിയതിന് ശേഷം തള്ളവിരൽ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കുഴിച്ചെടുത്താൽ മതി കേട്ടോ. കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാൻ ഇത് വളരെ എളുപ്പമാണ്. നല്ല നേർങ്ങനെ നമുക്ക് കിട്ടുകയും ചെയ്യും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാ ഭാഗവും ഒരുപോലെ നല്ല നേർങ്ങനെയായിട്ട് കിട്ടും. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾ ഏത് വിധം കൊഴുക്കട്ട ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. വെള്ളത്തിൽ ഒന്ന് തള്ളവിരൽ മുക്കിയിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ ആ ഒരു തയ്യാറാക്കിയ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണയോ അല്ലെങ്കിൽ വെള്ളം മുക്കിയിട്ട് കയ്യിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അതിനുശേഷം ഫില്ലിംഗ് ഒന്നും പുറത്തേക്കില്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കിയ ആ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് ഒട്ടാത്ത മാവായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹോളൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബോളുകളാക്കി മാറ്റി വെക്കുക. അല്ലെങ്കിൽ ബോളുകളാക്കി തന്നെ മാറ്റണമെന്നില്ല, നമ്മൾ കൽമാസമൊക്കെ തയ്യാറാക്കുന്നില്ലേ, അതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ എനിക്ക് ഇത് വെച്ചിട്ട് ഇത് ഏകദേശം ഒരു 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ബോളുകളൊക്കെ തയ്യാറാക്കുന്നത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അല്ലെങ്കിൽ അത് ചെറുത് മതിയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തയ്യാറാക്കാം. ഇനി ഈ ഓരോ ബോളും നമ്മളിതാ ഇതുപോലെ തേങ്ങ ചിരവിയതിലേക്ക് വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ ചിരവിയത് തന്നെ വേണമെന്നില്ല, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയാലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ ഇതുപോലെ പുറത്തൊന്ന് പുരട്ടിയിട്ട് ഇതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉരുട്ടി കൊടുക്കുക. അല്ലെങ്കിൽ തേങ്ങ നമ്മൾ ആവിക്ക് വെച്ച് വേവിക്കുമ്പോൾ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ലോണം അതിൽ പിടിച്ച് കിട്ടണമെങ്കിൽ ഇതുപോലെ വീണ്ടും ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഉരുട്ടി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് റൊട്ടിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് കോട്ട് ചെയ്തെടുത്താലും നല്ലത് തന്നെയാണ് കേട്ടോ. പക്ഷേങ്കിൽ അത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അത് കുറച്ചൊന്ന് വാട്ടറി ആയിട്ട് പോകും, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം നമ്മൾ തയ്യാറാക്കി സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് ഗോതമ്പ് മാവ് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് മാവിൽ നിങ്ങൾ പഴം ചേർക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെറുതെ ഗോതമ്പ് കുഴച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഗോതമ്പ് കൊഴുക്കട്ടയാക്കിയിട്ടും കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് നമ്മൾ ഈ ഒരു തേങ്ങ വെച്ചിട്ടുള്ള ഫില്ലിംഗ് തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് സ്പൈസി ആയിട്ടുള്ള എന്ത് ഫില്ലിങ്ങും ചെയ്യാം. ചിക്കനും ബീഫൊക്കെ വെച്ചിട്ട് മസാലയാക്കിയിട്ട് ഇതിനുള്ളിൽ നിറച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്